ലാലേട്ടന്റെ ദൃശ്യം 3 ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ബോക്സ് ഓഫീസ് തൂക്കിയിരിക്കുകയാണ്. അങ്ങനെ തൂക്കണമെങ്കിൽ ഒരേ ഒരാളേ ഉള്ളൂ. അയാളുടെ പേര് മോഹൻലാൽ എന്നാണ്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുപോലെ ബോക്സ് ഓഫീസിനെ പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ളവർ ആരുണ്ട്? ദൃശ്യം 3 റിലീസ് ചെയ്യാൻ ഇനി 6 ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 12 കോടിയും കടന്ന് 13 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യം 3. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 5 കോടിയും കടന്ന് കുതിക്കുന്നു. ഇതെല്ലാം ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപേ ഉള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ ലാസ്റ്റ് ദിവസം ആവുമ്പോഴേക്കും ഏത് രീതിയിലായിരിക്കും ബോക്സ് ഓഫീസ് കത്തുക എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. 2026 ടോപ്പ് ഓപ്പണിംഗ് സിനിമകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ചത്തപ്പച്ച 7 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനം നേടിയത്. അതിരടി 13 കോടിയോളം, ആട് 3 18 കോടി, പേട്രിയോട്ട് 29.5 കോടി. ഇപ്പോൾ ദൃശ്യം 3 ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ നേടിയിരിക്കുന്നത് 12 കോടിക്ക് മുകളിലാണ്. ആദ്യ ദിനം ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിയും കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ദിനത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 100 കോടിക്ക് മുകളിൽ കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഈ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എമ്പുരാൻ പോലെ ഒരു തട്ടുപൊളിപ്പൻ ചിത്രമൊന്നുമല്ല ഒരു ചെറിയ സിനിമ. പക്ഷേ ഇത് എമ്പുരാന്റെ മുകളിലുള്ള റെക്കോർഡുകൾ തൂക്കിയിരിക്കും. സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് 21-ാം തീയതി തന്നെ കാണാൻ കഴിയും. ലാലേട്ടന്റെ പിറന്നാൾ ദിനം ഈ ഒരു ചിത്രം ആളിപ്പടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ലിമിറ്റഡ് തിയേറ്ററുകളിലാണ് ഈ ചിത്രം ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എറണാകുളത്ത് ഏകദേശം 39ഓളം തിയേറ്ററുകളിലാണ് ഈ ചിത്രം ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 240ഓളം ഷോസാണ് ഇതിനോടകം തുടങ്ങിയിരിക്കുന്നത്. USA, UK, അയർലൻഡ്, GCC രാജ്യങ്ങൾ എല്ലായിടത്തും ഗംഭീര തരത്തിലുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ റെക്കോർഡ് ഷോസും റെക്കോർഡ് ഏരിയകളിലുമാണ് ഈ ചിത്രം റിലീസിനെത്തുന്നത്. ഇന്നത്തോടെ ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 14 കോടി 15 കോടിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജോർജ് കുട്ടിയുടെയും ഫാമിലിയുടെയും കൂടെ കൂടാൻ ആരൊക്കെയാണുള്ളത്? കമൻസിലൂടെ പറയുക. കൂടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.